الفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇനി നമുക്കതിന്റെ പ്രധാന പദാർത്ഥം പഠിക്കാം. ഇദാ ജാഅ വന്നാൽ. നാം നേരത്തെ പഠിച്ചു ഇദാ വഖബ്, അത് ഇരുൾ മൂടുമ്പോൾ. സൂറത്തുൽ ഫലഖിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ തിന്മയിൽ നിന്നും അത് ഇരുൾ മൂടുമ്പോൾ. ഇദാ വഖബ്, അത് ഇരുൾ മൂടുമ്പോൾ. ഇദാ ജാഅ വന്നാൽ. ജാഅ വന്നു, ഇദാ ജാഅ വന്നാൽ. ഇദാ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന പദം, വെൻ, വൈൽ എന്നൊക്കെ പറയുന്നത് പോലെ. അതേപോലെ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പദമാണ് ഇദ്. ഇദാ ജാഅ വന്നാൽ. നസ്ർ, സഹായം. നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം. കിതാബ്, പുസ്തകം. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ പുസ്തകം. റസൂൽ, പ്രവാചകൻ. റസൂലുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ. അതേപോലെ നസ്ർ, സഹായം. നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം. വൽ ഫതഹ്, വായുടെ അർത്ഥം നമുക്കറിയാം. ഫതഹ്, വിജയം. അറബി നാടുകളിൽ പോയിട്ടുള്ളവർക്ക് സുപരിചിതമായ പദമാണ് ഫതഹ, ഇഫ്തഹ് എന്നീ പദങ്ങൾ. ഫതഹ, തുറന്നു. ഫതഹ്, തുറക്കൽ. ഫതഹ് വിജയം ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഖുർആനിൽ ഫതഹ് ഉപയോഗിച്ചിരിക്കുന്നത് വിജയം എന്ന അർത്ഥത്തിലാണ്. വൽ ഫതഹ്, വിജയവും. വറഅയ്ത, വാ വീണ്ടും വന്നു. റഅയ്ത, നീ കണ്ടു. റഅയ്ത, നീ കണ്ടു. ഇദാ ജാഅ വന്നാൽ, അതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് റഅയ്ത, നീ കാണുകയും ചെയ്താൽ. വറഅയ്ത, നീ കാണുകയും ചെയ്താൽ. റഅ, കണ്ടു. റഅയ്ത, നീ കണ്ടു. അന്നാസ്, ജനങ്ങളെ. നാം നേരത്തെ പഠിച്ച പദമാണിത്. ഇൻസാൻ, മനുഷ്യൻ. നാസ്, മനുഷ്യർ. സൂറത്തുൻ നാസിൽ നാം അത് പഠിച്ചു. യദ്ഖുലു, അവൻ പ്രവേശിക്കുന്നു. യദ്ഖുലൂൻ, അവർ പ്രവേശിക്കുന്നു. ഫീ ദീനില്ലാഹ്, ഫീ നാം നേരത്തെ പഠിച്ചു. ഇൽ, ഉദാഹരണം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇവിടെ ഫീ ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ. ദീൻ, ജീവിത വ്യവസ്ഥ. ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്. നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം. ദീനുല്ലാഹ്, അള്ളാഹുവിന്റെ ദീൻ. ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ. അഫ്വാജൻ, കൂട്ടങ്ങളായി. ഫൗജ്, കൂട്ടം. അതിന്റെ ബഹുവചനമാണ് അഫ്വാജ്, കൂട്ടങ്ങൾ. അഫ്വാജൻ, കൂട്ടങ്ങളായി. ഫസബ്ബിഹ്, ഫാരർത്ഥം അതിനാൽ, അപ്പോൾ, അങ്ങനെ. ഫ, അതിനാൽ, അപ്പോൾ, അങ്ങനെ. സബ്ബിഹ്, നീ വാഴ്ത്തുക. ബിഹംദി റബ്ബിക, ഹംദ് നാം നേരത്തെ പഠിച്ചു, സ്തുതി. ഇവിടെ അർത്ഥം ബിഹംദി, സ്തുതിച്ചുകൊണ്ട്. ഫസബ്ബിഹ്, അപ്പോൾ നീ വാഴ്ത്തുക. ബിഹംദി, സ്തുതിച്ചുകൊണ്ട്. ഹംദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗുണങ്ങളെ വാഴ്ത്തലാണ്. ഹംദ്, സ്തുതിക്കുക, അള്ളാഹുവിന്റെ ഗുണങ്ങളെ വാഴ്ത്തുക. തസ്ബീഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു ന്യൂനതകൾ ഇല്ലാത്തവനാണെന്ന് പറയുക, ന്യൂനതയെ ഇല്ലായ്മ ചെയ്യുക. സബ്യഹ്, കുറവുകളെ നിരസിക്കുക. അപ്പോൾ ഹംദ് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെ പുകഴ്ത്തുക. തസ്ബീഹ്, ന്യൂനതകളെ ഇല്ലെന്ന് പറയുക. ഫസബ്യഹ്, അപ്പോൾ നീ വാഴ്ത്തുക. ബിഹംദി, സ്തുതിച്ചുകൊണ്ട്. റബ്ബിക, നിന്റെ രക്ഷിതാവിനെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ
ഖുർആനിൽ 10,000-ഓളം പ്രാവശ്യം ആവർത്തിച്ചുള്ള ഒരു പ്രയോഗമാണെന്ന്. അതേ പദം തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. റബ്ബുഹു അവന്റെ രക്ഷിതാവ്, റബ്ബുഹും അവരുടെ രക്ഷിതാവ്, റബ്ബുക്ക നിന്റെ രക്ഷിതാവ്. അപ്പോൾ നിന്റെ രക്ഷിതാവ്, റബ്ബുക്ക നിന്റെ രക്ഷിതാവ്, ബിഹംദി റബ്ബിക്ക നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട്. റബ്ബുഹു അവന്റെ രക്ഷിതാവ്, റബ്ബുഹും അവരുടെ രക്ഷിതാവ്, റബ്ബുക്ക നിന്റെ രക്ഷിതാവ്, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബി എന്റെ രക്ഷിതാവ്, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്, റബ്ബുഹ അവരുടെ രക്ഷിതാവ്. വസ്തഗ്ഫിർഹു ഇസ്തഗ്ഫിർ നീ പാപമോചനം തേടുക. ഗഫറ പുറത്തു കൊടുത്തു, പാപമോചനം ചെയ്തു. ഇസ്തഗ്ഫറ പാപമോചനം തേടി. ഇസ്തഗ്ഫിർ നീ പാപമോചനം തേടൂ. ഇസ്തഗ്ഫിർഹു നീ അവനോട് പാപമോചനം തേടൂ. വസ്തഗ്ഫിർഹു നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു നോക്കൂ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഇന്നഹു നിശ്ചയം അവൻ, ഇന്നഹും തീർച്ചയായും അവർ, ഇന്നക തീർച്ചയായും നീ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ഇന്നി തീർച്ചയായും ഞാൻ, ഇന്ന തീർച്ചയായും ഞങ്ങൾ, ഇന്നഹ തീർച്ചയായും അവൾ. അതേ പദം തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്നഹു നിശ്ചയം അവൻ, കാന തവ്വാബ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. കാന ആകുന്നു, ആയിരുന്നു. കാനയ്ക്ക് ആകുന്നു എന്നും അർത്ഥമുണ്ട്, ആയിരുന്നു എന്നും അർത്ഥമുണ്ട്. അള്ളാഹുമായി ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ ആകുന്നു എന്നാണ് അർത്ഥം. ഇന്നഹു കാന തവ്വാബ അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. താബ പശ്ചാത്തപിച്ച് മടങ്ങി, തായിബ് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ, തൗബ ചെയ്യുന്നവൻ. തവ്വാബ് കൂടെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ. തവ്വാബ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചും പറയും, ദാസന്മാരെ സംബന്ധിച്ചും പറയും. തവ്വാബ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കൂടെ കൂടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ തവ്വാബ് എന്ന് പറഞ്ഞാൽ അടിമകൾ കൂടെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. ഇന്നഹു കാന തവ്വാബ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. തവ്വാബ് ഏകവചനമാണ്, തവ്വാബൂൻ അതിന്റെ ബഹുവചനമാണ്. തവ്വാബ് ഏറെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ, തവ്വാബൂൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, തവ്വാബീൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ. നാം നേരത്തെ ഒരു മുസ്ലിം, മുസ്ലിമൂൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഊൻ അല്ലെങ്കിൽ ഈൻ ചേർത്താൽ അതിന്റെ ബഹുവചനമായി മാറും. ഇനി നമുക്കിതിന്റെ പദാനുപദ അർത്ഥം പഠിക്കാം. നിങ്ങളത് ഏറ്റുപറയുക. ഇദാ ജാഅ വന്നാൽ, നസ്റുല്ലാഹ് അല്ലാഹുവിന്റെ സഹായം, വൽ ഫതഹ് വിജയവും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. വറഅയ്ത നീ കാണുകയും ചെയ്താൽ, അന്നാസ ജനങ്ങളെ, യദ്ഖുലൂന പ്രവേശിക്കുന്നവരായി. വറഅയ്ത അന്നാസ യദ്ഖുലൂന ജനങ്ങൾ പ്രവേശിക്കുന്നവരായി നീ കാണുകയും ചെയ്താൽ. ഫീ ദീനില്ലാഹ് അല്ലാഹുവിന്റെ ദീനിൽ, അഫ്വാജ കൂട്ടം കൂട്ടങ്ങളായി. ഫസബ്ബിഹ് അപ്പോൾ നീ വാഴ്ത്തുക, ബിഹംദി സ്തുതിച്ചുകൊണ്ട്, റബ്ബിക നിന്റെ രക്ഷിതാവിനെ, അസ്തഗ്ഫിർഹു അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു തീർച്ചയായും അവൻ, കാന തവ്വാബ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇനി നാം പഠിച്ച പദങ്ങളുടെ പട്ടികയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ